അതായത് ലിവിങ് ടുഗദർ ആണ് ആക്ച്വലി മാരേജിന് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാണുന്നതെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ലിവിങ് ടുഗദറിൽ ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻ്റർനാഷണലി മെൻ്റൽ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ലോൺലിനെസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ആക്ച്വലി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ കഴിയാത്തത് പല വിദേശ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രോബ്ലമായിട്ട് വരികയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജപ്പാൻ അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ലോൺലിനെസ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരികയാണ്. അപ്പോൾ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ഇപ്പോൾ ഒരു വീട് കളിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി ഈ പറയുന്ന ലിവിങ് ടുഗദർ വഴി. ആക്ച്വലി ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മാരേജിനകത്താണ് ആക്ച്വലി ഉള്ളത്. മാരേജ് ഇല്ലാത്തിടത്തോളം കാലം കമ്മിറ്റ്മെൻറ്റ് സീറോയും. അതായത് താങ്കളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എപ്പോൾ കണ്ടെത്തുന്നോ അപ്പോൾ താങ്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ അവസാനിപ്പിക്കും, അതിനുശേഷം ആളോട് കൂടെ പോകും, അത്രയേ ഉള്ളൂ. അതൊരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ്